ശലോം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാരും പിന്നീട് മരിച്ചില്ലേ എന്ന് നമ്മൾ ചോദിക്കാം. മരണം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. പാപം കാരണം, കുറ്റബോധം കാരണം നമ്മുടെ ആത്മാവിൽ ഒരു കളങ്കം നമുക്ക് അനുഭവപ്പെടുകയും ആ ബന്ധത്തിൽ നമുക്ക് തുടരാൻ കഴിയാത്തതിനെയാണ് മരണം എന്ന് പറയുന്നത്. സാധാരണയായി നമുക്ക് ഭൂമിയിൽ തന്നെ ബന്ധങ്ങൾ, സഹോദരങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, പ്രയാസങ്ങളുണ്ടായാൽ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ തന്നെ അതൊരു കരടായി മാറുകയും പിന്നീട് അവർക്ക് മുഖം കൊടുക്കാതെയൊക്കെ തിരിഞ്ഞു നടക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിനെയാണ് മരണം എന്ന് പറയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ ഈ ഗിൽറ്റിനെസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് വചനം പറയുന്നത് മരണപാശങ്ങളെ അവൻ അഴിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. എന്താ കാരണം? മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തിന്, നിരാശയ്ക്ക്, ഈ ഗിൽറ്റി കോൺഷ്യസിന് ഒരു മനുഷ്യനെ ചെയ്തു വെക്കുന്നതിലൊരു പരിധിയുണ്ട്. എപ്പോഴാണോ അവൻ അവൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുന്നത്, ആ സമയത്ത് അവൻ ആ മരണത്തെ തകർക്കും. ചില ബന്ധങ്ങൾ തന്നെ റീസ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, നിസ്സാര കാരണങ്ങൾ കൊണ്ട്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ സൗന്ദര്യപ്പിണക്കങ്ങൾ ഒരുപാട് ബന്ധങ്ങളെ അകൽച്ചയിലേക്ക് നയിക്കാറുണ്ട്. ഈ സൗന്ദര്യപ്പിണക്കങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ആ ബന്ധം റീസ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് കുടുംബ ബന്ധങ്ങളാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ വ്യക്തികളുമായി തമ്മിലുള്ള ബന്ധങ്ങളാകട്ടെ, അതിനകത്ത് ആ അകൽച്ച അല്ലെങ്കിൽ ആ മരണം സംഭവിക്കുന്നതിന് ചെറിയൊരു കാരണം മതി. എന്നാൽ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? യേശു ക്രിസ്തുവിൽ കുറ്റബോധമോ പാപബോധമോ ഇല്ലായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനത്തെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മേലും അതേ മരണത്തെ ജയിച്ച ശക്തിയുണ്ട്. നിങ്ങൾ മരിക്കില്ല. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരിക്കലും അകലാൻ പറ്റില്ല. കാര്യം യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ എന്നെയും നിങ്ങളെയും പിതാവായ ദൈവവുമായി നിരപ്പിക്കുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്തു. ഇതാണ് സത്യം. ഈ സത്യത്തിൽ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.